കേസ് ആ കാണുന്നത് കൊടൈക്കനാൽ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ. ഒരു ഡ്രോൺ ഉണ്ടായെങ്കിൽ സെറ്റ് ചെയ്ത് പറത്തി കൂടായിരുന്നു. ഹലോ ഗീസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കണ്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചെറിയൊരു യാത്രയിലാണ്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. നിങ്ങൾ പത്തനംതിട്ട ജില്ലയുടെ വാഗമണ്ണുണ്ടോ? വാഗമണ്ണ് ഇന്ന് നമ്മൾ അങ്ങോട്ടേക്കാണ് കേട്ടോ നമ്മുടെ യാത്ര. അപ്പോൾ ഓക്കെ, വീഡിയോ എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യാം. ഗേസ് അങ്ങനെ നമ്മൾ അങ്ങോട്ട് പൊക്കോണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നത് നമ്മുടെ കൊടുമൺ എസ്റ്റേറ്റിലാണ്. അപ്പോൾ അവിടെയാണ് ഈ കാഴ്ച, നമ്മുടെ പത്തനംതിട്ടയുടെ ഭാഗമുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. നമ്മുടെ കൂടെ വേറൊരാളുമുണ്ട്. കഴിഞ്ഞ വീഡിയോ രണ്ടുകൂടെ ഉള്ള ഒരു പുള്ളിയുണ്ട്. പുള്ളി പിന്നെ എൻ്റെ അനിയനുണ്ട്. അവർ ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ പുറകിൽ ഇങ്ങനെ പതിയെ പോവാം. ഇത് അങ്ങ് കണ്ടോ കോളമഞ്ഞിറങ്ങിക്കുന്നുണ്ടോ. ഇപ്പോൾ രാവിലെ ഏകദേശം സമയം 7 മണി ആവാറായി കേട്ടോ. നമ്മൾ 6:30 ആയപ്പം അവിടെ ചെല്ലണം എന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷേ എഴുന്നേൽക്കാനൊക്കെ ഇച്ചിരി താമസിച്ചു. അതുമാത്രമല്ല ചെറിയൊരു മഴയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് കുറച്ച് ലേറ്റ് ആയി കേട്ടോ. ഇത് റൈറ്റ് സൈഡിൽ കണ്ട കൈതയൊക്കെ നടക്കുന്നത് പ്ലാന്റേഷൻ്റെ അകത്താണ് കേട്ടോ. കൊടുമണ്ണ് പ്ലാന്റേഷൻ്റെ അകത്ത് അവിടെ ഇപ്പോൾ മറ്റേ നമ്മുടെ കൈത നടാൻ വേണ്ടിയിട്ട് മണ്ണെടുത്തേക്കുക. അപ്പോൾ അത് കാണുമ്പോൾ കറക്റ്റ് നമ്മുടെ വാഗമണ്ണ് മുട്ടപ്പാറയില്ലേ, അതുപോലെ ഒരു ഫീലാണ് കേട്ടോ. രാവിലെ കോടമഞ്ഞൊക്കെ ഇറങ്ങുന്ന സമയത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞങ്ങളുടെ പ്ലാനിങ്. പക്ഷെ കുറച്ച് വൈകിപ്പോയി ഗൈസ്. പോത്തുകുട്ടന്മാരെ കൊണ്ടുപോകുന്നു രാവിലെ. പോത്തുകുട്ടന്മാർ നമ്മളെ വഴി തടഞ്ഞു ഗൈസ്. രാവിലെ എല്ലാം ഉണ്ട്, എല്ലാം ഉണ്ട്. ആ സ്കൂട്ടർ അങ്ങോട്ടാ പോയെ. നമുക്ക് വഴി ചെറുതായിട്ടും തെറ്റി കേട്ടോ. നമ്മൾ ആ പോത്തുകുട്ടന്മാരുടെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അവർ പോയി അങ്ങോട്ടൊന്നും കണ്ടില്ല കേട്ടോ. 2 വഴിയുണ്ട്. ഇതുവഴി പോയാലും അതുവഴി പോയാലും ഒരിടത്ത് ചെല്ലും. നമുക്ക് എന്തായാലും അവരോട് അവരതുവഴിയാ പോയെ. ആ ശരിയാ. ആ ആ ചേട്ടന്മാർ പറഞ്ഞ അവരുടെ പോത്തിൻ്റെ ഫുള്ള് വീഡിയോ എടുത്തേക്കണമെന്ന് പറഞ്ഞു കേട്ടോ. അപ്പം നമ്മളൊന്നും ഇവിടെ എടുത്തിട്ടില്ല. ഇതുവഴിയാണ് നമുക്ക് പോകേണ്ട കേട്ടോ. അവർ ഇതുവഴിയാ പോയെ. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലത്തെ കാശ് അവിടെ കണ്ടാൽ മതി. കഴിഞ്ഞ ദിവസം ഞങ്ങൾ രാത്രിയിലെന്ന് പറയാൻ പറ്റത്തില്ല. വൈകിട്ടൊരു 6 മണി സമയത്ത് വൈകിട്ട് വന്നപ്പോൾ അടുത്തൊക്കെ കൈ നടാൻ വേണ്ടിയിട്ട് സെറ്റാക്കി വെച്ചാൽ കേട്ടോ. നമ്മൾ ഇതിൻ്റെ അപ്പുറത്ത് സൈഡാണ് പോകുന്നത്. വൈകിട്ട് ഞങ്ങൾ 6 മണിക്കൊക്കെ വന്നപ്പോഴാണ് ആ സംഭവം കണ്ടത്. അപ്പോൾ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നു. ഇതുപോലെ രാവിലെ വന്നു കഴിഞ്ഞാൽ വീഡിയോ എടുക്കാൻ നല്ല ഇരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കണക്കൂട്ടിയാണ് നമ്മളിപ്പോൾ പോകുന്നത്. നമ്മളാ മനസ്സിലൊരു വ്യൂ കിടപ്പുണ്ട്. ആ വ്യൂ കിട്ടിക്കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു. ഇനി നമുക്ക് ഇതേ ഇവിടുന്ന് റൈറ്റാണ് കേട്ടോ പോകേണ്ടത്. ഇവിടുന്ന് റൈറ്റ് കയറുമ്പോൾ നമ്മൾ പ്ലാന്റേഷനിലോട്ട് കയറും. അങ്ങനെ നമ്മൾ കൊടുമൺ പ്ലാന്റേഷനിലേക്ക് കയറും കേട്ടോ. അതിൻ്റെ ബോർഡർ വന്നേ ചെറിയൊരു ചെക്ക് പോസ്റ്റൊക്കെ ഉണ്ട് ഈ കാണുന്ന ചെറിയൊരു ഓഫീസ്. ഗേസ് അങ്ങനെ നമ്മൾ കയറി കേട്ടോ. പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച അങ്ങ് നോക്കാം കേട്ടോ. ആ സൈഡിൽ കോട ഉണ്ടോ, കോടമഞ്ഞുണ്ടേ. കുറച്ചുകൂടി നേരത്തെ വരണമായിരുന്നു. ഫുള്ള് കൈതാട്ടേക്കാണ്. നമ്മൾ കുറച്ച് വൈകിപ്പോയി ഗേസ്, അതാണ് പറ്റിപ്പോയത്. ഇനി കുറച്ചുകൂടി നല്ല കോടമഞ്ഞ് കണ്ടായിരുന്നു. അവിടെ ഇപ്പോഴും പണി നടക്കുന്നുണ്ട് കേട്ടോ. അരിക്കൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. കുറച്ചുകൂടി മേലോട്ട് തന്നെ ഞാൻ താഴോട്ട് കാണിക്കാം കേട്ടോ. അതാണ് കാണാൻ രസം. അങ്ങ് കണ്ടോ, അങ്ങൊക്കെ കോടമഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട് ഗേസ്. അങ്ങ് കിടന്ന് നമ്മുടെ SNIT കോളേജാണ് കേട്ടോ. അവിടെയൊക്കെ കോടമഞ്ഞ് നല്ലോണം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നല്ല ഇത് കാണാൻ പറ്റില്ല. അതിൻ്റെ പുറയിലാണ് നമ്മുടെ ചീരങ്കുന്ന് മല. അതായത് നമ്മുടെ വീടിൻ്റെ അവിടെ നിന്ന് നേരെ ഓപ്പോസിറ്റ് നിന്ന് കാണാൻ പറ്റുന്ന മലയാണ് കേട്ടോ അത്.
നമ്മൾ കുറച്ച് ഉള്ളിലോട്ട് കയറി കേട്ടോ. ഇങ്ങോട്ട് വഴി കിടപ്പുണ്ടേ, ഇവിടെ പോയി നോക്കി ഇങ്ങോട്ട് പോകും. അതുപോലെ ഇവിടെയൊക്കെ തന്നെ കൂടിപ്പോയില്ല കൈതോട്ടത്തിൽ അങ്ങോട്ട് പോകും. കുറച്ച് ദുർഘടം പിടിച്ച വഴിയിലൂടെ. അപ്പോൾ ഇതൊന്നും അല്ല ദുർഘടം. നമ്മള് ആ വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്തില്ല കേട്ടോ. നമ്മുടെ മൊട്ടപ്പാറ ഉണ്ടേ, അപ്പം അത് നമ്മുടെ ചന്ദനപ്പള്ളി എസ്റ്റേറ്റിലൊക്കെ അവിടെ പോകുന്ന വീഡിയോ ഉണ്ട്. ഇത് പോയിട്ട് നമ്മുടെ വണ്ടി ഞാൻ ക്യാമറ എൻ്റെ കൈ പിടിച്ച കൈ കഴിക്കുന്നുണ്ട്. ഈ സംഘം നമ്മൾ വണ്ടി മേളിൽ കൊണ്ട് നിർത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാ കണ്ട കോട ഇറങ്ങിക്കുന്നുണ്ട. പക്ഷെ ക്യാമറയിലത്തോളം കിട്ടുന്നില്ല കേട്ടോ. ക്യാമറയിലേ അത്ര കിട്ടുന്നില്ല, ആ ഒരു ഫീൽ കിട്ടുന്നില്ല. ഇത് നോക്കി അവിടെ എല്ലാം കോടമഞ്ഞാണ് കാണാറ്. അത് നല്ലോണം കാണാം കേട്ടോ. അതിൻ്റെ പുറകിൽ ഈ ആ കോടമഞ്ഞിൻ്റെ തൊട്ട് പുറകിൽ മലയാണ് കേട്ടോ. അതാണ് നമ്മുടെ ചീരംകുന്ന് മല. അതെല്ലാം കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞിരിക്കുക. ഇനി നമ്മൾ ഇല്ല പാറയുടെ മേളിൽ കയറാൻ പോവാ കേട്ടോ. അങ്ങനെ കാണില്ലേ, അമ്മ കറമ്പി, മോള് വെളുമ്പി, അമ്മയുടെ മോള് സുന്ദരി, അങ്ങനല്ലേ? ഗൈസ് അത് സംഭവം എന്തറിയാവോ, ഒരു ഇലയുണ്ട് കേട്ടോ. ഇലയല്ല, ചെടിയുണ്ട്. അപ്പോൾ ആ ചെടിയുടെ പ്രത്യേകത എന്തറിയാവോ, ഞാൻ നമ്മളെ വീഡിയോയ്ക്കകത്ത് കാണിച്ചായിരുന്നു ലാസ്റ്റിൽ. അത് ഇല വെള്ള ഇലയും പിന്നെ അതുപോലെ തന്നെ അതിൻ്റെ പൂവ് ചുവപ്പ് അങ്ങനെ കേട്ടോ. അപ്പോൾ അതിനാണ് അങ്ങനെ പറയുന്നത്. അവനങ്ങ് കയറി കേട്ടോ. ഇവിടെ ഒരു പാറയൊക്കെ ഉണ്ടല്ലോ, കൈത നടാൻ വേണ്ടിയിട്ട് അവർ സെറ്റ് ചെയ്യും കേട്ടോ. അതാ ഇങ്ങനെ അവിടെ വർക്ക് കിടക്കുന്നുണ്ട് കേട്ടോ. ഈ ടച്ച് വെറുതെ കിടക്കുമല്ല. എന്താ മഞ്ഞുണ്ട്. കുറച്ചുകൂടി നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവിടെ മൊത്തം മഞ്ഞായിരുന്നു. ഇത് കാണാൻ രസമുണ്ടല്ലേ. ഞാൻ അവിടെ എന്താ അവിടെ വീട് കണ്ടുണ്ടോ? അതല്ല, അവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ടൊക്കെ കാണുന്നത്. അങ്ങനെ നമ്മൾ ഇവിടുന്ന് മേലോട്ട് കയറി കണ്ടോ. അതുകൊണ്ട് ആ ഇലയില്ലേ, ഇല്ല ചെടിയില്ലേ, അത് എന്തോ ഒടുവിന് കൊള്ളാന്നല്ലേ, അരച്ച് എന്തോ മുട്ടയുടെ കൂടെ അല്ലേ, മുട്ടയുടെ വെള്ളയോ അങ്ങനെ കണ്ടില്ലേ. ഗേസ് ആ സംഭവം എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല കേട്ടോ. എൻ്റെ കൂടെ കഴിച്ച് കഴിഞ്ഞാൽ ഒടുവിൻ ചതവൊക്കെ മാറും എന്നൊക്കെയാണ് പറയുന്നത്. കാണിച്ചു തരാം ചെടി. ഇത് ഈ കാണുന്നതാണ് ആ സംഭവം. ചെടിയുടെ പേര് അറിയത്തില്ല, പക്ഷെ ഇതിന് പറയുന്നത് മറ്റേ അമ്മ കറമ്പി, അമ്മയുടെ മോള് എന്താ സുന്ദരി, അങ്ങനെ എന്തോ ഞാൻ മറന്നു പോയി കേട്ടോ. ഈ കാണുന്നതാണ് സംഭവം. അങ്ങനെ നമ്മൾ മേലോട്ട് കയറി കേട്ടോ. അവർ മേലോട്ട് പോയി. അയ്യോ ദേ നോക്കി, കോടമഞ്ഞ് കയറി ഗെയ്സ്, കോടമഞ്ഞ് കയറി. സാമൂഹ്യ വിരുദ്ധന്മാരുണ്ട് ഇവിടെ അല്ലേ. ഇതാണ് ഗെയ്സ് ഇവിടെയൊക്കെ കുഴപ്പം. നമ്മൾ പാറയുടെ മേളിൽ കയറി കേട്ടോ. വേണ്ട ചുറ്റിനുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അയ്യോ ഇവിടെ ഫുള്ള് കൈത കേട്ടോ. ഇത് കാണാൻ നല്ല രസമുണ്ട്. കൈത കളക്ഷൻസ് അങ്ങോട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം കൊടുമണ്ണിൻ്റെ ഇല്ലേ ഈ കൈതയൊക്കെ. ഗെയ്സ് ഗെയ്സ് അങ്ങനെ ഈ കാണുന്ന എല്ലാം നമ്മുടെ കൊടുമണ്ണ് എസ്റ്റേറ്റിൻ്റെ ആണ് കേട്ടോ. ഇവിടെ നിൽക്കുമ്പോഴേ മയിൽ കരയാന്ന് കേൾക്കാം കേട്ടോ. ഈ ഇവിടെ കൈതത്തോട്ടത്തിൽ പണി നടക്കുന്നുണ്ട് കേട്ടോ. ആൾക്കാർ രാവിലെ ജോലിക്ക് ഇറങ്ങി. അതൊക്കെ ബംഗാളികളാണെന്ന് തോന്നുന്നു. 7 വണ്ടി. ഗെയ്സ് അങ്ങനെ 7 കിറ്റാച്ചി ഉണ്ട് കേട്ടോ. നമ്മൾ കണ്ടത് ഇതിൻ്റെ ഇടയ്ക്കൊക്കെ കാണും. അത് കൂട്ടിയാ ഇല്ല കാണുന്ന കൂട്ടിയാ അത് അങ്ങുണ്ട് ഇവിടെ കിറ്റാച്ചുണ്ട് കേട്ടോ. ഗെയ്സ് അങ്ങനെ നമ്മൾ ഈ പാറയുടെ മേളിൽ നിന്ന് ഇറങ്ങി കേട്ടോ. പിന്നെ നമ്മൾ ആ വഴി, നമ്മൾ കയറിയ വഴി ഉണ്ടല്ലോ മെയിൻ റോഡ്, ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാം കേട്ടോ. ബാക്കി കാഴ്ചകൾ കാണാം. വെയിറ്റ് ചെയ്യൂ. കോടമഞ്ഞൊക്കെ ഇറങ്ങി തുടങ്ങി കേട്ടോ. കുറഞ്ഞ് നമ്മൾ മുമ്പേ കണ്ടപ്പോൾ അതിൻ്റെ ആ ഫുള്ള് കോടമഞ്ഞായിരുന്നു. എന്താടാ അരുവി എവിടെ? ഈ ക്യാമറ കിട്ടത്തില്ലല്ലോ. ഇതുകൊണ്ട് ഇവിടെയൊക്കെ തീ കിട്ടേൻ്റെ
സംഭവം കാണാം. കാട് നശിപ്പിക്കാൻ വേണ്ടിയിട്ടേ തീയിട്ട് കാട് വലിയ വലിയ കാടുകളൊക്കെ ഇങ്ങനെ തീയിടും. എന്നിട്ട് പിന്നെ മെഷീൻ വെച്ച് അടിക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ആയിരിക്കും, അതായിരിക്കണമല്ലോ. നമ്മുടെ വണ്ടി ഇത് എവിടെ ഉണ്ടേ? ആ റോഡ് കണ്ടോ, അതാണ് മെയിൻ റോഡ്. ഈ ആ കാണുന്നത് ആ റോഡിലൂടെ അത് ഇങ്ങനെ പോകണം. അങ്ങനെ നമ്മൾ ഈ കാണുന്ന റോഡിൽ കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണേ. റോഡ് ഇങ്ങനെ കറങ്ങി അങ്ങ് ചുറ്റുവച്ച് കറക്കി ചെയ്തോണ്ടിരിക്കുന്നു കേട്ടോ. ഇവർക്ക് രാവിലെ ഇറങ്ങുമെന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇവർക്ക് ഷിഫ്റ്റാണ് കേട്ടോ. രാത്രി എത്ര പേര് എങ്ങനെ ആയിരിക്കും, രാവിലെ അങ്ങനെയൊക്കെ ആയിരിക്കും, ഓരോരുത്തർക്കായിരിക്കും. എല്ലാം വെളിയിൽ നിന്നുള്ളവരാ കേട്ടോ. ബേസ് അങ്ങനെ നോക്കി കുടമഞ്ഞ് പോയിട്ടില്ല കേട്ടോ, അവിടെ ഉണ്ട്. ആ കാണുന്ന ഒരു ക്വാർട്ടേഴ്സ് അങ്ങനെയായിരുന്നു കേട്ടോ, ക്വാർട്ടേഴ്സ് ഓഫീസ് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ഇല്ല, ഇപ്പോൾ നശിച്ചു കിടക്കും കേട്ടോ. കോട പോയല്ല, അടുത്ത് വരുമ്പോൾ കോട പോകും. അടുത്ത് വരുമ്പോൾ കോട, അതങ്ങനെ ഇല്ലേ വീടിനൊക്കെ നമ്മളല്ലേ അതിൻ്റെ ഭംഗി അറിയത്തില്ല. അങ്ങനെ നമ്മൾ വണ്ടി ഇവിടെ നിർത്തി കേട്ടോ. ഇത് ഏതാണ്ടോ അങ്ങൊന്നും കാണുന്നില്ല കേട്ടോ, ഫുള്ള് കോട. അയ്യോ, നമ്മൾ വന്ന വഴി ഇതേ, അതാണ് വഴി പോലും നല്ലോണം കാണാൻ പറ്റത്തില്ല കേട്ടോ. ഈ അതാണ് മറ്റേ ഞാൻ പറഞ്ഞ ബംഗ്ലാവല്ല, ക്വാർട്ടേഴ്സ്, ബംഗ്ലാവ്. നമ്മുടെ അടുത്ത പരിപാടി എന്താണെന്ന് നമ്മൾ കാണിച്ചു തരാവേ. ഈ ഗ്ലാസും ഫ്ലാസ്കും ഒക്കെ ഉണ്ട് കേട്ടോ. വെള്ളവടിയല്ല കേട്ടോ, രാവിലെ ചായ കുടിയാണ്. നമ്മൾ ചായ മേടിച്ചിട്ട് തന്നിട്ടുണ്ടേ. നമ്മൾ പ്ലാനിങ് ആയിരുന്നു ഈ കോളയ്ക്കകത്ത് വന്ന് ചായ കുടിക്കണമെന്ന്. ഇനി ചിലപ്പോൾ കൈതയൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ട് കയറാൻ പറ്റത്തില്ലായിരിക്കും അല്ലേ. ഇപ്പം എന്തായാലും ഒരു ഓർമ്മയായിട്ട് നമ്മുടെ ഈ സ്ഥലവും വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ ഇങ്ങനെ കിടക്കും. ചായ ഒഴിക്കട്ടോ, എനിക്ക് മാത്രം കുറച്ച് കേട്ടോ. കുറച്ചുകൂടെ അങ്ങോട്ട് പോയായിരുന്നു നമുക്ക്. എടാ കോട നമുക്ക് ഇവിടെ നിന്ന് കാണുമ്പോഴേ ഉള്ളൂ. നമ്മൾ ആ വഴി വരാതെ ഇവിടെ മൊത്തം കുടയില്ലായിരുന്നു. ഇവിടെ വന്നപ്പോൾ ഇല്ല, ഇവിടെ വന്നപ്പോൾ എല്ലാം അങ്ങ് പോയി. ഏതാ സെറ്റപ്പ്. നമുക്ക് ക്യാമറമാനൊന്നുമില്ല, നമ്മുടെ ക്യാമറമാനൊക്കെ നമ്മുടെ ഈ വണ്ടിയാട്ടോ, പറ്റുന്നിടം വരെ പോകും. ചായക്കടയാക്കി നമ്മള്. എല്ലാ സെറ്റപ്പും ഉണ്ട്. ഇനി വരുമ്പോൾ ഒരു കിറ്റൊക്കെ മേടിച്ചോണ്ട് പച്ചക്കറി കുക്ക് ചെയ്തൊക്കെ എടുത്ത് ഗീസ്. അങ്ങനെ നമ്മൾ എസ്റ്റേറ്റിൽ വന്ന് കൊടുമൺ എസ്റ്റേറ്റിൽ വന്ന് ചായ കുടിക്കും കേട്ടോ. അയ്യോ അടിപൊളി. അത് പാറയല്ലേ. ഡ്രോൺ വേണമായിരുന്നില്ലേ, ഒരു ഡ്രോൺ ഉണ്ടായെങ്കിൽ സെറ്റ് ആയിരുന്നു, പറത്തിയൊക്കെ ഇടായിരുന്നു. പക്ഷെ ഡ്രോൺ ഇല്ല. വരും കാലത്തിൽ നമ്മുടെ കയ്യിലോ ഡ്രോൺ കാണും. നമ്മൾ വരും പറ്റുമെങ്കിൽ. ഞങ്ങൾ നമ്മൾ വണ്ടി ഇവിടെ വെച്ചിട്ട് ഇതിന് മേലോട്ട് കയറാൻ പോകും കേട്ടോ. വഴി കാണത്തില്ല എങ്കിലും നമുക്ക് കയറാം. ചാവി കൈ വെച്ചോ, അല്ലെങ്കിൽ ആണ്ടത് എൻ്റെ പുകലോട്ടോ. ഇനി ഇതിൻ്റെ മേളിൽ കയറും കേട്ടോ. ചായയൊക്കെ കുടിച്ചോണ്ടോ എസ്റ്റേറ്റിൽ നടക്കുന്നത്. എന്തോ വേണം, ഏതാ ലെവൽ. പിന്നെ എസ്റ്റേറ്റ് എൻ്റെ ഇല്ല. ആരെല്ലാം കണ്ടു വിചാരിക്കും നമ്മളിവിടുത്തെ ജോലിക്കാരാണ് കേട്ടോ. ചായയൊക്കെ കുടിച്ച് അല്ല കിറ്റാച്ചിയൊക്കെ കുടിക്കാൻ വന്ന ബംഗാളികളാന്ന് പറയും. ഇത് കണ്ട് ഇവനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനെ പറയും. ഒരു പാറ വേണം. അയ്യോ അവിടെ കുഴിയെ കണ്ടായിരുന്നടാ എൻ്റെ അമ്മ. മാരി കുഴിക്കത് ഇവിടെ ദൂരെ നിന്നൊക്കെ അതെ ഇവിടെയൊക്കെ മഞ്ഞ കേട്ടോ. എൻ്റെ ഫോണിൻ്റെ ക്യാമറ അടിച്ചു പോയല്ലോ കേട്ടോ, ഇതെല്ലാം മഞ്ഞ, കുടമഞ്ഞ. അത് കേസ് ആ കാണുന്നത് കൊടൈക്കനാൽ ഭാഗമാണെന്ന് തോന്നുന്നു കേട്ടോ, പത്തനംതിട്ട ജില്ലയുടെ കൊടൈക്കനാൽ. അത് ചന്ദ്രപ്പള്ളിയാണോ അത് കേസ്. അവിടെ ഒരു പള്ളി കാണാം കേട്ടോ. ഈ പത്തനംതിട്ട വല്ലതാണോ? പത്തനംതിട്ട ആവാൻ ചാൻസ് കുറവാണ്. അത് കണ്ടോ അവിടെ കോട ഇറങ്ങുന്നുണ്ടോ? ഓ അടിപൊളി, അത് കൊള്ളാം കേട്ടോ. ആ സ്റ്റേഡിയത്തിനോടോ? എന്നാൽ അതായിരിക്കും. വലിയ ഗ്രാഹ്യമില്ല, അതുകൊണ്ട് നമ്മളങ്ങനെ തർക്കിക്കാൻ പോകത്തില്ല. അവർ പറയുക നമ്മളത് അക്സെപ്റ്റ് ചെയ്യുക, അത്രേ ഉള്ളൂ. ഇപ്പോൾ സമയം ഏകദേശം 7 മണി കഴിഞ്ഞില്ലോടാ. നമ്മളെല്ലാം വന്നു, പക്ഷെ ഒരാൾ മാത്രം വന്നില്ല കേട്ടോ. സൂര്യനമ്മ ഇതുവരെ വന്നില്ല. പുള്ളി എണ്ണിക്കാൻ താമസിച്ചു തോന്നുന്നു. പുള്ളിയെ കണ്ടില്ല. സാധാരണ ഈ സമയത്തൊക്കെ പുള്ളി അന്യ വേരടിച്ചായിരുന്നായിരുന്നു. പുള്ളിയെ കണ്ടില്ലെന്ന്. പുള്ളി വരുന്നുണ്ട് കേട്ടോ, പക്ഷെ പുള്ളിയെ വരാനെ കൊണ്ട് മേഘങ്ങൾ സമ്മതിക്കുന്നില്ല. ചുമ്മാ അല്ല.
കേസ് വന്നു കണ്ടാ, കോടമഞ്ഞാണ് ഇങ്ങനെ കയറി വരുന്നണ്ടാ. എന്താ അഴകില്ലേ. ആൾക്കാർ ഇത്രയും സമയമായിട്ടില്ലയോ കോടമഞ്ഞ് നിൽക്കുന്നത്. സമയം എന്ത് പറഞ്ഞ പോലെ കറക്റ്റ് സമയം പറയുകയാണെങ്കിൽ 7:31 കേട്ടോ. ഇവിടെ കുറച്ച് റബ്ബർ എടുക്കാനുണ്ട് കേട്ടോ. ഈ കണക്കെ റബ്ബർ മരമാണ്. സത്യം മുടിയൊക്കെ വെട്ടി വെച്ചേക്കുന്ന പോലെ കേട്ടോ. ഇതുപോലെ ഞാൻ മുടി വെട്ടിയിട്ടില്ല. എൻ്റെ കണ്ടോ, ഞാൻ മുടി വെട്ടിയിട്ടില്ല ഗീസ്. കാട് പോലെ, ഞാൻ കാടിനെ സ്നേഹിക്കുന്ന ആളാണ്. അപ്പോൾ ഞാൻ കാടിനെ പോലെ വളർത്തും. അതാ അത് നോക്കിയതേ, കോടമഞ്ഞ് ഫ്രീസായി നിൽക്കുന്നുണ്ടോ. സ്റ്റാച്ചു പറഞ്ഞു വെച്ചേക്കുക. കേസ് അങ്ങനെ നമ്മൾ ആ മലയുടെ മേളിൽ നിന്ന് താഴെ ഇറങ്ങി ഈ റോഡ് വഴി മുന്നോട്ട് പോവാണ് കേട്ടോ. കോടമഞ്ഞൊക്കെ കുറഞ്ഞു തുടങ്ങി കേട്ടോ. നമ്മുടെ സൂര്യൻ അമ്മാവൻ വന്നു തുടങ്ങി. ഇതും കളക്ഷനില്ലേ? ഇതും കളക്ഷൻ കേട്ടോ. ഇവിടെ റബ്ബറും കറയൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യുന്ന സ്ഥലമാണ് കളക്ഷൻ. നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ വകയാറ് റോഡാണ്. ഇവിടുന്ന് ഇടത്തോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരെ നമ്മുടെ വീട്ടിലോട്ട് പോകാം. ഈ നമ്മളങ്ങനെ വകയാറ് റോഡ് പോയി കേട്ടോ. അവിടുന്ന് ഇടത്തോട്ട് തിരിഞ്ഞ് ഇവിടെയൊക്കെ കൈത നടാൻ വേണ്ടിയിട്ട് കൊണ്ട് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അതായത് ഇവിടുന്ന് അതിൻ്റെ ഇത് പറിച്ചിട്ട് ഇവിടെ കൊണ്ട് കെട്ടി വെക്കും. എന്നിട്ട് ഇവിടെ നടും. അതാണ് ഇവിടുത്തെ സംഭവം. അതുകൊണ്ട് അവിടെ മേളിൽ പിക്കപ്പ് എടുക്കാൻ കണ്ടോ. വഴിയുണ്ടോ? ഇതിൻ്റെ സൈഡ് മൊത്തം നമ്മുടെ ഈ കറണ്ട് വേലിയില്ലേ, മറ്റേ മുള്ളുവേലിയല്ല, നമ്മുടെ കറണ്ട് വേലി വെച്ച് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പന്നിയും അതുപോലെ മൃഗങ്ങളൊന്നും കയറാതിരിക്കണ്ട. ഇവിടെ അങ്ങനെ ആന അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. പന്നി കാണും, പന്നി കൂടുതലാണ്. പിന്നെ ഈ സ്ഥലത്ത് അതിൻ്റെ അകത്തും വരും. ഇതേ മയില് ദേ കണ്ടോ ഗേസ്. അങ്ങനെ നമ്മൾ മയിലിനെ കണ്ടു കേട്ടോ. ടാറ്റാ ഗേസ്. അങ്ങനെ നമ്മൾ മയിലിനെ കണ്ടു കേട്ടോ. നമ്മൾ പറഞ്ഞ നാവെടുത്തതേ ഉള്ളൂ. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. നമ്മളെ മറ്റേ വീഡിയോയ്ക്ക് ഞാൻ പറയുന്നുണ്ട്. ഈ ഒരു സ്ഥലം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ വളവും ആണ് ഈ സ്ഥലം. ആ വളവിന് ഒരു മരം ഉണ്ടായിരുന്നു കേട്ടോ. അതിന് എപ്പോഴും ഇങ്ങനെ ഇല വീണോണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ ഇല കാണാനില്ല കേസ്, എല്ലാം നശിച്ചു. റബ്ബർ ഒടിഞ്ഞ് നടക്കുന്നുണ്ടോ. സൂര്യൻ പണി തുടങ്ങി കേട്ടോ. വെയിലടിച്ചു തുടങ്ങി. ഇതൊക്കെ ക്വാർട്ടേഴ്സ് ആണ്. ഇവിടുത്തെ ജോലിക്കാർ ഇവിടെ കൂടുതൽ ബംഗാളികളാണ് കേട്ടോ. ബംഗാളികളാണ് ഇവിടെ ജോലിക്ക് വരുന്നത്. അവർക്ക് താമസിക്കാനുള്ള സ്ഥലമാണ്. നേരത്തെ അടി നിർത്തിയിട്ടുണ്ട്. നിങ്ങൾ ഇങ്ങോട്ടൊക്കെ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഒന്നും അതിനൊന്നും കുഴപ്പമില്ല. പക്ഷെ ഇവിടെ വന്നിട്ട് എന്താണ് മദ്യപാനം അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക. അപ്പോൾ ഈ യാത്രയെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഇങ്ങോട്ടുള്ള ആ വരവ് നടക്കത്തില്ല. അത് നിങ്ങൾ കാരണം നശിപ്പിക്കരുത് എന്നുള്ളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് വേസ്റ്റ് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇവിടെ നിന്ന് വലിച്ചെറിയാതിരിക്കുക. നോക്കടാ കേസ്. അങ്ങനെ നമ്മൾ ഈ റോഡിന്റെ ഏകദേശം എൻഡ് ഭാഗത്തേക്ക് വന്നു കേട്ടോ. ഇവിടുന്ന് ലെഫ്റ്റ് കിടക്കുന്ന വഴി നമ്മുടെ നെടുമൺകാവ് കോന്നി റൂട്ടാണ് കേട്ടോ. കോന്നി പത്തനംതിട്ട റൂട്ടാണ് ഇവിടുന്ന് ഇടത്തോട്ട്. ഇപ്പം അങ്ങോട്ട് പോകുന്നില്ല, നമ്മൾ വന്ന വഴി അന്നേരം തിരിച്ചു പോവാ കേട്ടോ. അങ്ങനെ തിരിച്ചു പോവാ. ആ കാണുന്ന റോഡാണ് കേട്ടോ നമ്മുടെ പത്തനംതിട്ട റോഡ്. ഇവിടെ സാറ് ഇരിപ്പുണ്ട്. നമ്മൾ വന്ന വഴി വീണ്ടും തിരിച്ചു പോവാണ്. അതാണ് നമുക്ക് എളുപ്പം. പിന്നെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ നെടുമൺകാവ്. നമ്മൾ ഇന്നലെ പോയില്ലേ, ഇന്നലെ നമ്മുടെ ആ കാട്ടിലകപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ നമ്മളിട്ടല്ലോ. ചന്ദനപ്പള്ളി എസ്റ്റേറ്റ് അങ്ങോട്ടുള്ള വഴിയാണ്. ഇതാണ് ഇതിൽ വെയിലടിക്കുമ്പോഴുള്ള വ്യൂ ഉണ്ട്. നമ്മളെല്ലാവരും ഫ്രെയിമിൽ കിട്ടുമോ നോക്കുക കേട്ടോ. കുറെ കിടന്ന കുട്ടിയോടി നമ്മുടെ എസ്റ്റേറ്റിന്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാട്ടോ. നിങ്ങളോട് വന്നിട്ടുണ്ടെങ്കിൽ പറയണേ, ഇതിന് സപ്പോർട്ട് ചെയ്യാട്ടോ ഗേസ്. അങ്ങനെ നമ്മൾ കൊടുമൺ എസ്റ്റേറ്റ് ഇറങ്ങുവാണ് കേട്ടോ. ഈ കാണുന്നതാണ് ഇവിടുത്തെ ചെക്ക് പോസ്റ്റ്.
കയറ്റി വന്നിട്ട് ഇവിടുത്തെ ഓഫീസാണ്. ഓക്കെ അങ്ങനെ നമ്മൾ ഇറങ്ങി കേട്ടോ. കൊടുമൺ എസ്റ്റേറ്റിൻ്റെ ഫുൾ വീഡിയോ നമ്മൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ വേറെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് പോയി കാണുക കേട്ടോ. അപ്പോൾ എല്ലാവർക്കും കുടമഞ്ഞ ഈ പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ വീഡിയോ എല്ലാവരും കാണുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഗുഡ് ബൈ.